ഹായ്, ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സമൂസ നമ്മൾ വീട്ടിലൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണല്ലേ. പക്ഷെ മിക്കപ്പോഴും നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഇന്ന് നമ്മൾ ബീഫിനേക്കാളും ചിക്കനേക്കാളൊക്കെ ഇട്ട് സമൂസ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമ്മളൊരു വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൻ ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ സൈസ് സവാള എടുത്ത് ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു വലിയ കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മെഷർമെന്റ് ഒക്കെ ഒരു 6-7 സമൂസ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതൽ, അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. ഇനി 2 പച്ചമുളക് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സമൂസ ആയതുകൊണ്ട് ശരിക്കും ഈ കിഴങ്ങും ഉള്ളിയൊന്നും ഒരുപാട് വെന്ത് പോവണ്ട, ഒരു പകുതി വേവാകുന്നതാണ് സമൂസ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 സെക്കൻഡ് വേവിക്കാം. തുറന്നു നോക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലാതെ നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സമൂസയിൽ അധികം മസാലയൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് അതിട്ട് കൊടുക്കുന്നത് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സമൂസയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ചൂടോടെയല്ല, ഒന്ന് തണുത്തിട്ട് വേണം നമുക്കിത് നിറച്ചു കൊടുക്കാൻ. നമുക്കിനി മസാലയിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കത് സമൂസയുടെ ഷേപ്പിലോട്ട് മടക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ മസാല നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഫോൾഡ് ചെയ്യാം. ബാക്കി വരുന്ന ഭാഗം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല, അതങ്ങനെ അങ്ങ് മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അടുത്തതും കൂടെ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സമൂസയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഷീറ്റിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. സമൂസയെല്ലാം നമ്മൾ ആ ഷീറ്റിൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം.
വറുത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി വെച്ചായിരുന്നു, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ടായി ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും മൊരിഞ്ഞു വരാൻ വേണ്ടി നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അത് രണ്ട് ഭാഗവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ബീഫും ഒന്നും കയ്യിലില്ലാത്തപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു സമൂസ. കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ളതാണ്. സമൂസ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം സമൂസ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ എൻ്റെ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.